ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ മറന്നോ ഗൈസ്? അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ഗൈസ്, വീട്ടിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ വരാത്തത്. ക്ഷമിക്കണം, എന്നാലും ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് ഈഗോ കാരണം തലക്ക് പിടിച്ച് ഗൈസ് എടുത്തൊരു സംഭവമാണ് ഗൈസ്. ഗൈസ് ഈ വീഡിയോ ഗൈസ് ഒറ്റ മൈൻഡിൽ എടുത്ത പാടി ഇപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ, സെക്കൻഡ്സ് ആയിട്ടേ ഉള്ളൂ. കാരണം ഗൈസ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങനെ വരുമ്പോൾ വണ്ടി ഇടിച്ച് ഗൈസ്. എനിക്കാണെങ്കിൽ വണ്ടി പൈസ റിപ്പയർ ആക്കണം. ഞാൻ നേരെ ഇതിൽ കൂടെ കൊണ്ടുവന്ന് പൈസ ഈ വീട് വാങ്ങിയാലേ നിങ്ങൾക്ക് റിപ്പയർ ആക്കാൻ കഴിയുള്ളൂ എന്ന്. അപ്പം തന്നെ 8 ലക്ഷം പോട്ടെ വെച്ചാൽ ഈ വീടങ്ങ് എടുത്ത് കേസ്. അപ്പോൾ കേസ് ഈ വീടിൻ്റെ ഹോം ടൂർ എന്തായാലും കാണും കേസ്. അപ്പോൾ ഞാൻ തന്നെ കേസ് വീട്ടിലൊന്നും കയറിയില്ല. അപ്പോൾ കേസ് ഒരു കുറച്ച് പേരുള്ളൂ എ സി റൂമിൽ, കുറച്ചല്ല ഒരാളേ ഉള്ളൂ എ സി റൂമിൽ. അപ്പോൾ കേസ് നമുക്ക് നേരെ കേസ് നമ്മളാ ഒരു വണ്ടി അങ്ങ് കാണിച്ചു തരാം. ലുക്കിലേക്ക് പണിത് ഇറക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടി എടുക്കാം, വണ്ടി കയറാം. ഫസ്റ്റ് തന്നെ കഴിച്ച് നമുക്ക് എന്താ ഹൈഡിവേയിലൊക്കെ ഇടാം. ഹൈഡിവേ ഓക്കെ സെറ്റ്. പിന്നെ മിറർ നമുക്ക് ഷോ ചെയ്യണം. അങ്ങനെ മിറേഴ്സ് വണ്ടി നല്ല ലോവേഡായതുകൊണ്ട് വണ്ടി ലുക്ക് എങ്ങനെ നിങ്ങളെന്നെ കമൻറ്റ് ചെയ്യുക. വണ്ടി ലുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഡോറങ്ങ് അടിച്ചേക്കാം. നല്ല ടൈമിങ് കേട്ടോ ഈ വണ്ടി ഡോറ് അടിക്കാൻ നല്ല ടൈമാവുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ സബ് ഇത് തുടങ്ങാൻ തന്നെ ഇത് വീണ്ടും സൈഡിൽ നിന്ന് പോയി. ഓക്കെ സൈഡ് വേയിലേക്ക് നമുക്ക് ഇടാൻ കഴിയട്ടെ. ഞാൻ സെറ്റ് ആക്കട്ടെ. ഇപ്പോൾ സെറ്റ് ആയി. ഈ വണ്ടി പിന്നെ മാപ്പ് ഉണ്ട്, സാധനം കാണിച്ചു തരാം. ഉണ്ടായി വണ്ടി ഓപ്പൺ ആക്കി ഓഫ് ആക്കുമ്പോൾ ആ ഒരു ഇത് വരുന്നുണ്ടായി. വണ്ടി ഓൺ ആക്കി ഓഫ് ആക്കുമ്പോൾ ഈ വണ്ടി സീനാണ് കേസ്. അപ്പോൾ ഇത് പുതിയ അപ്ഡേറ്റിൽ വന്ന വണ്ടിയാണ് കേസ്. പിന്നെ നമ്മളെ സിറ്റിയിൽ എന്താ പറയുക, സിറ്റി പോലത്തെ സ്നോയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാൻ കുറച്ച് ദിവസമായി ഗൈസ് ഗെയിമൊക്കെ തുറന്നു നോക്കിയിട്ട്. ഗൈസ് ഗൈസ് നമ്മളെ ബാഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ ആയിപ്പോയി ഗൈസ്. നമുക്ക് ഇനി ഗൈസ് ഒരു കാര്യം ചെയ്യാം, ഇതിലിടാം, നോർമലായിട്ട് ഇടാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് ലോഡാവണേ ഗൈസ് നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. നമുക്ക് വ്യൂവേഴ്സ് കുറേ ഉണ്ടെങ്കിൽ ഗൈസ് ആരും സബ് ലൈക്കൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഗൈസ് 180 ഗൈസ് എൻ്റെ മറ്റേ ഫേക്നാന്ന് പറഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ഇട്ട് ഗൈസ്. ഒരുപാട് സന്തോഷം ഗൈസ്. ബ്രോ നമ്മളെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു, ഒരുപാട് സന്തോഷമായി. നമുക്ക് വണ്ടി ഫസ്റ്റ് റിപ്പയർ ചെയ്യണം. പിന്നെ ഗൈസ് ഇന്നലെ സംഭവം നടന്ന് പറഞ്ഞുതരാം. ഫയർ വീണ്ടും വരുന്ന പോയി, VFX വീണ്ടും ഓഫായി പോകണ്ട. ഓഫായി. ഇത് ഈ പ്രശ്നം ഈ ഓട്ടോമാറ്റിക്കായിട്ട് VFX ഓഫാകും. അത് ഒടുക്കത്തെ ഒരു സൗണ്ട് കുറച്ചേക്കാം ഗൈസ്, നിങ്ങൾക്കല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. കാറിൻ്റെ സൗണ്ട് ഗൈസ് ഞാൻ കുറച്ചുണ്ട്. ഇതിൽ കൂടുതലാണോ ഗൈസ്? കുഴപ്പമില്ല, അങ്ങനെ സൗണ്ട് വേണ്ട. അപ്പോൾ ഗൈസ് ഫേക്ക് നവാമായിട്ടാണെന്ന് എനിക്ക് ഉറപ്പാണ് ഗൈസ്. എൻ്റെ കൂടെ CTP മാഫിയ ഉണ്ടായിരുന്നു, നമ്മുടെ ടീം മെമ്പറാണ്. അപ്പോൾ ആ ബ്രോൻ്റെ റൂമിൽ കയറിയപ്പോൾ ഗൈസ് ഫേക്ക് നവാൻവൈറ്റിനെ കണ്ടി. ഞാൻ എന്നെ എല്ലാവരും റിപ്പോർട്ട് അടിക്കി അവനെന്ന് പറഞ്ഞ്. അപ്പോൾ ഗൈസ് അവൻ പറയാണ് എന്താ ജാക്ക് അങ്ങനെ ഒരു ടോക്ക് എന്ന് പറഞ്ഞ്. അത് ഞാൻ കണ്ടില്ല. അവൻ പറഞ്ഞ് എനിക്ക് ഓന് എൻ്റെ അക്കൗണ്ട് ഇപ്പം തൂക്കാന്ന്. ഞാൻ ഒരൊറ്റ തെറിയായിട്ട് കൊടുത്തു. ഞാൻ തെറി വിളിച്ച് ആനെ. പിന്നെ പറഞ്ഞ എന്തിനാണ് തെറിയൊക്കെ വിളിക്കുന്നത് പറഞ്ഞ ഒരു കോംപ്രമൈസ് ഉള്ള രീതിയിൽ. പിന്നെ അവൻ വീണ്ടും തുടങ്ങി അവൻ്റെ അക്കൗണ്ട് ഞാൻ തോക്കും അങ്ങനെയൊക്കെ. ഞാൻ വീണ്ടും തെറി വിളിച്ച്, അവൻ എന്നെയും തെറി വിളിച്ച്. അപ്പോൾ അവൻ പറഞ്ഞ പുതിയ അക്കൗണ്ട് പോയി തുടങ്ങിക്കോ, എന്തായാലും ഈ അക്കൗണ്ട് അവനവൻ്റെ ഫോളോവേഴ്സിനെ വെച്ചിട്ട് ഇതാക്കുമെന്ന്.
പൊട്ടിക്കുന്നത്. അപ്പോൾ ETV മാഫിയനോട് ഞാൻ വരുന്നതിന് മുന്നേ പറഞ്ഞ അവൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ്, അവനെ സ്കാം ചെയ്യാൻ നോക്കി. ഞാൻ വന്ന അപ്പം തന്നെ സ്പോട്ടിൽ അതിന് സ്കാമിങ് ചെയ്യാൻ നോക്കിനെ. ഞാൻ വന്നുകൊണ്ട് അവൻ്റെ സിവിക്ക് പോകാണ്ട് അവന് കഴിച്ചിലായി കിട്ടി. അല്ല, ആ സിവിക്കിൻ്റെ കഥ ഞാൻ പറയണ്ടല്ലോ, ആ സിവിക്ക് പോയിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഞാൻ എവാമൈറ്റിക്കൊക്കെ മെസ്സേജ് അയച്ചു. ചെക്കൻ എന്നോട് പറയണത് എന്താ വെച്ചാൽ അക്കൗണ്ട് എന്തായാലും പൊട്ടിക്കും, പുതിയ അക്കൗണ്ട്. ഞാൻ വിളിച്ച് ഒറിജിനൽ അല്ലാതെ എന്തായാലും ഉറപ്പാണ്, കാരണം അവൻ്റെ ID എനിക്കറിയാം. ഞാൻ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ TMZ ക്രൂയിസറിനോടൊക്കെ ചോദിച്ചു നോക്കി ഇത് ഫേക്കാണോ അറിയാം. ഞാൻ എവാൻ വൈറ്റിക്ക് തന്നെ മെസ്സേജ് അയച്ചു നോക്കി. കാരണം എവാൻ വൈറ്റി എൻ്റെ ബിൽഡിൻ്റെ അയ്യോ ഗൈസ് എന്തിനാ റിപ്പയർ അയക്കുക. എവാൻ വൈറ്റി എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് അയച്ചിട്ടുണ്ട്, എന്തിന് ഇങ്ങനത്തെ ആൾക്കാർക്ക് മാക്സിമം റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ആ ആളെ ഞാൻ ഇങ്ങനെ ചെയ്യില്ലല്ലോ ഒരിക്കലും. ഞാൻ ബ്രോ തെറി വിളിക്കൂല, അറിയാലോ. ഞാൻ ബ്രോ ഒരിക്കലും നമ്മളെ അക്കൗണ്ട് പൂട്ടിക്കൂല, അങ്ങനത്തെ ഒരാളല്ല ഞാൻ ബ്രോ. മാക്സിമം ഹെൽപ്പ് ചെയ്യാം. ഫേക്ക് നാമായിട്ട് ഇട്ടിട്ടാണെങ്കിൽ. പക്ഷെ ഓന് ഒറിജിനലാണെന്നൊന്നും തന്നെ പറയാൻ തന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ പോയി പേര് മാറ്റിക്കോ അങ്ങനൊക്കെ പറഞ്ഞു പോയി, അങ്ങനൊക്കെ പറഞ്ഞു. ഞാൻ സാഹചര്യം, പക്ഷേ ഞാനാണ് ആദ്യം അവനെ തെറി വിളിച്ചത്. അപ്പോൾ അതിനൊരു സോറി അവനെ ചോദിക്കണം. കാരണം വെറുതെ ഞാൻ തെറി വിളിക്കണില്ലായിരുന്നു. കാരണം ഞാൻ തെറി വിളിക്കാൻ കാരണമുണ്ട്, എൻ്റെ അക്കൗണ്ട് അവൻ പൂട്ടിക്കെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തെറി വിളിച്ചത്. അല്ലാണ്ട് തെറി വിളിക്കൂല ഗൈസ്. വെറുതെ പോയി ഞാൻ ഒരുത്തനും തെറി വിളിക്കില്ല. പിന്നെ CTV ടീമിൽ ആർക്കെ ജോയിൻ ചെയ്യാണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി ഗൈസ്, നമ്മൾ ജോയിൻ ആക്കാം. നമുക്കൊരു ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗ്രൂപ്പൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് നമ്മൾ പുതിയ ട്രാവൽ ഹബ്ബ് തുടങ്ങണം. അപ്പോൾ ഫാൻറ്റസി എന്നാണ് ഏകദേശം പേരിട്ടേക്കുന്നത് ഗൈസ്. എന്തായാലും അത് നോക്കണം ഗൈസ്, ഒന്നും കൂടി നോക്കിയിട്ട് പറയാം. പിന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോ ഷോയോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഗൈസ് ഞാനത് നമുക്ക് സെറ്റാക്കാം ഗൈസ്. നിങ്ങളെല്ലാവരും കൂടി കൂട്ടുപിടിച്ച് ഗൈസ് നമുക്കൊരു അടിപൊളിയാക്കാം. പിന്നെ പലർക്കും പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ വാൻ വൈറ്റിൻ്റെ അഭിയോക്സിൻ്റെ വീഡിയോസിലൊന്നും വരാൻ പറ്റില്ല എന്ന്. പക്ഷേ കാർ ഉണ്ടാവില്ല. പക്ഷേ നമ്മളെല്ലാവർക്കും പറ്റുന്നൊരു കാറുമായിട്ടേക്ക് വരിക വേണം. ഫസ്റ്റ് കാർ മീറ്റപ്പ് ആയിക്കോട്ടെ, ഫസ്റ്റ് കാർ മീറ്റപ്പ് അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ ഏത് കാറാണോ പറയുന്നത് ആ കാർ മീറ്റപ്പ്. പക്ഷേ എൻ്റെ അതൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, കാരണം ഞാനൊരു അത്ര പ്രൊഫഷണൽ അല്ല. എൻ്റെ കുറച്ച് കാറൊക്കെ ഉള്ള ഞാൻ നേരെ വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇത് അവസാനം വൈറ്റിൻ്റെ വീഡിയോ ആയിപ്പോയി, സീനില്ല. ഓക്കെ, നമ്മൾ കണ്ടന്റിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ഹോം ടൂർ വേണോ വേണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്. വണ്ടി എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ വണ്ടിയിട്ട് എല്ലാ ഡോറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പം പിന്നെ ബഗ്ഗും കാര്യങ്ങളൊക്കെ കുറേ പോയിട്ടുണ്ട്, അങ്ങനെ പറയാനൊന്നുമില്ല. ഓട്ടോ ബാക്ക് പോയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ ലോ ആണ്, നല്ല ലാഗ് വരുന്നുണ്ട്, എന്താ എനിക്കറിയില്ല. വണ്ടീൻ്റെ ഒരു റീലൊക്കെ എടുക്കണം. ഞാൻ എടുത്തതാണ് കേസ്, റീലെടുത്തിന്. അപ്പോൾ നമ്മളെ ഷോർട്സിന് മാക്സിമം ലൈക്കും ചെയ്യാൻ. ഇതാണ് വണ്ടീൻ്റെ ഒരു നൈറ്റ് വ്യൂ വരുന്നേ. കാണിച്ചറ കേസ്, ഡ്രോൺ എടുക്കാം. ഇതാണ് വണ്ടീൻ്റെ ഒരു ലുക്ക് വരുന്നത്. അപ്പോൾ ഇനി റീലും കാര്യങ്ങളൊക്കെ എടുക്കാനേ ഉള്ളൂ, ചാർജ് വളരെ കുറവാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ ഇന്ന് ഈ വീടിൻ്റെ ഹോം ടൂറും കാര്യങ്ങളൊക്കെ നാളെ മറ്റന്നാളത്തെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു നിയമമായിട്ടിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരുത്തനുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് തലട്ട് അത് നവാൻ വൈറ്റിൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തലട്ട് നോക്കിയിട്ട് അതിനെ കാണുന്നൊന്നുമില്ല. അപ്പോൾ അതില്ലാന്ന് ഉറപ്പാണ് ഇവിടെ. ഞാൻ തല വരെ ഇട്ട് നോക്കിയിട്ടും അതിനെ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനെ കാണാൻ കഴിയുന്നത് പറയാം. എൻ്റെ ഇല്ല, അവൻ എവിടെ പോയി എൻ്റെ ഇല്ല. ഇത്രയൊക്കെയുള്ള വീഡിയോ. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.